നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്റെ മക്കള് ഇനി ഇത് നിങ്ങൾ രണ്ടുപേരുടെ കുഞ്ഞല്ല, എന്റെ കുഞ്ഞാ. നീ എന്താ പറഞ്ഞ? കുഞ്ഞിനെ തൊട്ട കൈ വെട്ടുവന്നോ? എന്നാ വെട്ടടി, എന്റെ കൈ വെട്ടടി. എന്താടി വെട്ടുന്നില്ലേ? ഓരോ വീട്ടിലും വിളക്ക് കൊളുത്താൻ ദൈവം തരുന്ന സമ്മാനമാ കുഞ്ഞുങ്ങള്. ഇങ്ങനെ ഒന്നിനെ കളി കാണാൻ ആയിരങ്ങള് അമ്പലങ്ങളിലും പള്ളികളിലും കയറി ഇറങ്ങുമ്പോ കിട്ടിയ സൗഭാഗ്യത്തിന്റെ വില നീയൊക്കെ അറിയാതെ പോയല്ലോ. ഇനി ഇതിന്റെ പേരിൽ ഈ വീട്ടിലൊരു ഒച്ചയോ ബഹളമോ ഉണ്ടായ ആ നിമിഷം ഞാനിവിടെ ഇറങ്ങിപ്പോ. ഇത്തിരി പോകുന്ന ഒരു കുഞ്ഞിന്റെ പേരിൽ വഴക്കടിക്കാൻ വന്നിരിക്കുന്നു. നാണമില്ലല്ലോ നിനക്കൊക്കെ. ദൈവത്തെ മറന്ന് അഹങ്കരിച്ചാലുണ്ടല്ലോ. ഇതെവിടുത്തെ ന്യായോ? ഇപ്പഴല്ലേ മുത്തശ്ശി പറഞ്ഞത് ഇത് ദൈവത്തിന്റെ കുഞ്ഞാണെന്നും എല്ലാവർക്കും തുല്യ അവകാശമാണെന്നൊക്കെ തത്വജ്ഞാനം. എന്നിട്ട് അവള് കൊണ്ടുപോയപ്പോ എന്നെ തടയുന്നു. ഈ കാര്യത്തിൽ അവളുടെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ടാ നിന്നെ ഞാൻ വഴി തടഞ്ഞത്. ന്യായം? എന്ത് ന്യായം? അവൾ ആ കുഞ്ഞിനെ തൊട്ടിലിൽ ഉറക്കിക്കിടത്തി ആരെന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പുറത്തേക്ക് പോയത്. അവൾ അറിയാതെ നിന്നോട് ആര് പറഞ്ഞു കൊച്ചിനെ എടുത്തോണ്ട് വരാൻ? ഇതൊക്കെ ആരെങ്കിലും പറയണോ? അതിനല്ലേ അറിയൂ. ആ പെണ്ണിന്റെ കൈയും കാലും പിടിച്ച് കുഞ്ഞിനെ ഇവിടുന്ന് എത്തെഴുതുമ്പോ ഇവളുടെ ഈ നോവ് എവിടെയായിരുന്നു? അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ ഗോമതി. ഞാൻ നിന്നെ തല്ലാത്തതേ നീ ഒരിക്കലും നന്നാവില്ലെന്ന് എനിക്ക് ഉറച്ച ബോധ്യമുള്ളതുകൊണ്ടാണ്. പക്ഷേ അത് നീ എന്റെ ബലഹീനതയായിട്ട് കാണരുത്. ഓടിയപ്പുറത്ത് ഞാൻ എന്ത് ചെയ്തമ്മേ? പോകാൻ പറഞ്ഞ പോകണം, അല്ലെങ്കിൽ എന്റെ ബോധ്യങ്ങളൊക്കെ ഞാൻ മാറ്റും. അവസാന കാലത്ത് തറവാട്ടിൽ കിടന്ന് മരിക്കാനായിരിക്കില്ല ചെമ്പകശ്ശേരി ജയശങ്കനിയമ്മയുടെ വിധി. നീയൊക്കെ കാരണം ഏതെങ്കിലും തെരുവിലോ അനാഥ മന്ദിരത്തിലോ ആയിരിക്കും. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇനി ഇവിടെ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടായ ആ നിമിഷം ഞാൻ ഇവിടെ ഇറങ്ങിപ്പോ. എന്താ മുത്തശ്ശി പ്രശ്നം? അറിയണമെന്ന് നിനക്ക് നിർബന്ധമാണോ? നീ ഒറ്റ ഒരാൾ ഉണ്ടാക്കി വെച്ച കുഴപ്പമാ ഇതൊക്കെ.